Hi all, welcome to iFor Education. Today we are discussing one of the important topic of CSER UGC NET, that is telomerase replication. So നമ്മുടെ ഐഫറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് അറ്റ് ദാറ്റ് ഗ്രൂപ്പ് we will providing most of the materials and so many questions, polls, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവുന്നതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSERൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വി ഓൾ നോ ദാറ്റ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് മെനി ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാത്രമല്ല ഒരു വലിയ എമൗണ്ട് ഓഫ് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ഒക്കേഷൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ടെലോമിയർ റെപ്ലിക്കേഷൻ. സോ വി നോ ദാറ്റ് ദ ടെലോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ് പോർഷൻ ഓഫ് എ DNA. ഓക്കെ, സോ വി നോ ദാറ്റ് there will be an end replication problem in case of eukaryotic replication. That is, when there is the replication enter to the termination stage, in termination stage like varuna samayathu we know that there will be the parental strand. We can see here alle oru parental strand namukku കാണാനായിട്ട് പറ്റും. both parental strand here and strand separate ചെയ്തിട്ടാണ് ഇവിടെ DNA replication start ചെയ്യുക. We know that one of the parental strand will be in 5' to 3' direction and the another one is in the opposite direction, that is the 3' to 5' direction. So നമുക്കറിയാം രണ്ട് ഡിറക്ഷനിലും ഇവിടെ DNA replication എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. So when the replication move on this strand, we know that it will be moving in the 3' 5' direction. In this case, it will be moving 5' to 3' direction. So when this point, these are the end of the DNA, end portion ആണ് ഈ രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത്. ഈ 3' പോർഷൻസിൽ എന്ത് ചെയ്യും, replication കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. Because the free 3' OH will be visible to the repair enzymes. So we know that ഈ lagging strandൽ വരുന്ന primer removal എന്ന് പറയുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റിംഗ് ദ 3' ഓവർഹാങ് അല്ലേ. 3' ഓവർഹാങ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3' ഓവർഹാങ്ങിൻ്റെ മേജർ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ദ DNA റീപെയർ സിസ്റ്റം വിൽ ബി ആക്ടിവേറ്റഡ് അല്ലേ. ഇതെന്തോ ഒരു പ്രശ്നമുള്ള കാര്യമാണ്, DNA എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് എന്നൊരു കൺസിഡറേഷൻ്റെ ബേസിൽ DNA റീപെയർ സിസ്റ്റം എന്ത് ചെയ്യും, ഇവിടെ ആക്ടിവേറ്റഡ് ആവും. And what happen, and they will recognize this overhang as a chromosomal breakage. Like it will be the lethal effect to the DNA. ഒരു chromosomal breakage ആയിട്ടാണ് ഈ repair system ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. For that അതുകൊണ്ട് തന്നെ ഈ like that the recombinational repair system, DNA repair system will be activated. അവർ activated ആവുകയും and there will be repairing those areas. അപ്പോൾ ഈ 3' ഓവർഹാങ് വരുന്ന ഏരിയാസ് എന്ത് ചെയ്യും, ഈ റീപെയർ സിസ്റ്റം റീകോമ്പിനേഷണൽ റീപെയർ സിസ്റ്റം കട്ട് ചെയ്യും. സോ കട്ട് ചെയ്യും. അങ്ങനെ ഓരോ റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ കഴിയുമ്പോഴും ഈ 3' എൻഡ് എന്ത് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അങ്ങനെ ഒരു 4 or 5 റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് ദി പ്രൊമിനൻറ്റ് ജീൻസും എന്ത് ചെയ്യും, ഈ ഒരു സെല്ലിൽ നിന്നും നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മ്യൂട്ടേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ലോസ് ഓഫ് ജീൻസുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്രിട്ടിക്കൽ ജീൻസുകൾ നമുക്ക് എന്ത് ചെയ്യും, ഈ 3' ഓവർ ഹാങ്ങിലുള്ളത് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് സോ ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ആക്ച്വലി എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറയുക. ഈ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ there will be incorporation of some sequences അല്ലേ. ആ 3' ഓവർഹാങ് ഇരിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, കുറച്ച് സീക്വൻസുകൾ അവിടേക്ക് എന്ത് ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യും. ആ സീക്വൻസിനെയാണ് നമ്മൾ ടെലോമിയർ സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ. രണ്ട്
3' ഓവർഹാങ്ങിലും നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന കോംപ്ലിമെൻ്റ് ഡോട്ടർ സ്ട്രാൻഡ്സിൻ്റെ അല്ലേ 2 സൈഡിലും എന്ത് ചെയ്യും, ഇവിടെ ഒരു 3' ഹാങ് ഉണ്ടാവും. ആൻഡ് ഈ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലും ഒരു 3' ഓവർഹാങ് ഉണ്ടായിരിക്കും. ഈ 2 സൈഡിലും എന്ത് ചെയ്യും, ടിലോമിയർ സീക്വൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്ന് എങ്ങനെയാണ് ടിലോമിയർ സീക്വൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ എന്താണ് ടിലോമിയർ റീജിയൻസ് എന്ന് നോക്കാം. ടിലോമിയർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്വാനിൻ റിച്ച് സീക്വൻസ്. ഗ്വാനിൻ റിച്ച് സീക്വൻസ് അല്ലേ. ഗ്വാനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിൻ ബേസസ് ആണ്. പ്യൂരിൻ ബേസസ് അധികമായി കാണപ്പെടുന്ന ഏരിയ ആണ് ഈ ടിലോമിയർ. അതായത് ഗ്വാനിൻ സീക്വൻസ് ആയിരിക്കും ഈ 3' ഓവർഹാങ്ങുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. സോ ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ, ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ടീലോമിയർ വി ക്യാൻ സീ ദ സീക്വൻസ് ലൈക്ക് ടെറ്റാഗ് എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ തൈമിൻ അഡെനിൻ ഗ്വാനിൻ ഗ്വാനിൻ ഗ്വാനിൻ, ഈ ഒരു കൺസെൻസസ് സീക്വൻസ് തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഏരിയ ആണ് നമുക്ക് ഹ്യൂമൻസിൻ്റെ ടീലോമിയറിൽ എന്ത് ചെയ്യുക, കാണാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദാറ്റ് the incorporation of telomere sequence is how it is occurring. So when the telomere incorporation will be occur, the reaction will be starting at it include the extension of 3' overhang using the lagging strand machineries. നമുക്കറിയാം ലാഗിങ് സ്ട്രാൻഡ് മെഷീനറി ഉണ്ട് അല്ലേ. ലാഗിങ് സ്ട്രാൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ അവിടെ DNA, പോൾ ഡെൽറ്റ ആൻഡ് PCNA റിംഗ്, അങ്ങനെ ഒരുപാട് കമ്പോണൻസുകൾ ലാഗിങ് സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു ഹ്യൂജ് എൻസൈം കോംപ്ലെക്സ് ആണ് ആക്ച്വലി. സോ ഈ ഒരു ലാഗിങ് സ്ട്രാൻഡ് മെഷീനറിയെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു 3' ഓവർഹാങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാഗിങ് സ്ട്രാൻഡ് മെഷീനറി യൂസ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവിടേക്ക് സീക്വൻസിനെ ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതെന്ത് ചെയ്യും, വലിയൊരു ലൂപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സോ വി ക്യാൻ സീ ദിസ് ഇസ് ദ പാരൻറ്റ് ടെംപ്ലേറ്റ് കേട്ടോ. പാരൻ്റ് ആയിട്ടുള്ള മീൻസ് ടെംപ്ലേറ്റ് DNA ആണ് ഈ കാണുന്നത്. ഇറ്റ്സ് മൂവ് ഇൻ 3' to 5' direction and this is the daughter strand and it will be move in this direction. So we know that here is the 3' ഓവർഹാങ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടിലോമിയർ റീജിയൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഈ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ടിലോമിയേഴ്സ് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വി ക്യാൻ സീ ഇവിടെ ഒരു T ലൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ ടിലോമിയർ ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ടിലോമിയർ ലൂപ്പ് ഇങ്ങനെ ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ട് അല്ലേ, സർക്കുലർ സ്പൈറൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഈ 3' ഓവർഹാങ്ങിനെ എക്സ്പോസ്ഡ് ആവില്ല. റീപെയർ സിസ്റ്റം അല്ലേ, DNA റീപെയർ സിസ്റ്റത്തിന് ഇത് എന്ത് ചെയ്യില്ല, എക്സ്പോസ്ഡ് ആവില്ല. സോ അറ്റ് ദാറ്റ് ടൈം ഈ സേഫാണ്. എന്താണ് DNA-യിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ലോസ് ഓഫ് ജീൻ അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കുറയുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദാറ്റ് ഈസ് ദ DNA ദാറ്റ് ഇസ് ടിലോമിറേസ് എൻസൈം. ഓക്കെ, അതായത് ഈ ഒരു T ലൂപ്പിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻസൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾഡ് ഇറ്റ് ആസ് ടിലോമറേസ് എൻസൈം. ഓക്കെ, ദാറ്റ് ഈസ് ടിലോമറേസ് എൻസൈമിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ വി ക്യാൻ സീ ഇറ്റ് ഈസ് എ RNA ഡിപ്പെൻഡൻറ്റ് പോളിമറേസ് അല്ലേ. സോറി, ഇറ്റ്സ് ആൻ RNA ഡിപ്പെൻഡൻറ്റ് പോളിമറേസ്. ദാറ്റ് ഈസ് അല്ലേ, RNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള DNA പോളിമറേസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു RNA സ്ട്രാൻഡ് ആയിരിക്കും. ടെംപ്ലേറ്റ് ഈസ് ആൻ RNA സ്ട്രാൻഡ് അല്ലേ. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു RNA സ്ട്രാൻഡ് ആണ്. ഈ RNA സ്ട്രാൻഡിൽ ഏത് സീക്വൻസുകളാണ്, ഫോർ എക്സാമ്പിൾ അഡിനിൻ അഡിനിൻ സൈറ്റോസിൻ 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 ദെൻ യുറാസിൽ യുറാസിൽ, ഇങ്ങനെ ഒരു സീക്വൻസ് ആണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇറ്റ്സ് നോട്ട് ദ സീക്വൻസ്. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ദിസ് ഈസ് ദ RNA സ്ട്രാൻഡ് അല്ലേ. ഈ ഒരു RNA സ്ട്രാൻഡിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, DNA സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യും. ഇറ്റ് ഈസ് അഡിനിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എന്തായിരിക്കും, തൈമിൻ ആയിരിക്കും വരിക. സൈറ്റോസിൻ, ഹിയർ വിൽ ബി ദ ഗുവാനിൻ ആൻഡ് ഹിയർ വിൽ ബി ദ തൈമിൻ, അഡിനിൻ. ഓക്കെ,
യെസ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു RNA ഡിപ്പെൻഡൻ്റ് ആയിട്ട് DNA സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ടിലോമിറേസ് എൻസൈം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് എൻസൈം? ഇവർ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ ഉള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? ദ പ്രിൻസിപ്പിൾ ഈസ് there will be an active reverse transcriptase is found, അല്ലേ? ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമാണ്, അല്ലേ? അതായത് എന്താണ്, RNA വെച്ചിട്ട് DNA ഉണ്ടാക്കുക. നോർമലി നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ടെംപ്ലേറ്റ് DNA ഉണ്ടായിരിക്കും. ആ ടെംപ്ലേറ്റ് DNAയിൽ RNA പോളിമറേസ് വന്നിട്ട് എന്ത് ചെയ്യും, mRNA സിന്തസൈസ് ചെയ്യും. mRNA tRNA എന്നിവ RNA സിന്തസൈസ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷനെ നേരെ റിവേഴ്സ് ആയിട്ട് നടത്തുന്നതാണ് RNA സ്റ്റാൻഡിൽ നിന്നും DNA സിന്തസൈസ് ചെയ്യുന്നൊരു കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിലോമറേസ് എൻസൈമിനെ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈ ടിലോമറേസ് എൻസൈമിന് 2 കമ്പോണൻസുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു RNA കമ്പോണൻ്റ് ആണ്, ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് എ പ്രോട്ടീൻ കമ്പോണൻറ്റ്. RNA കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നെയിംഡ് ആസ് ടെർക്ക്. ടെർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ടിലോമറേസ് RNA കമ്പോണൻറ്റ്. ടിലോമിയറിൻ്റെ RNA കമ്പോണൻറ്റിനെയാണ് വി കോൾഡ് വാട്ട്, ടെർക്ക്. ആക്ച്വലി 159 ന്യൂക്ലിയോടൈഡ് ക്യാരി ചെയ്യുന്ന ഒരു RNA സ്ട്രാൻഡാണ് ഈ ഒരു RNA കമ്പോണൻറ്റ് അല്ലെങ്കിൽ ടെർക്ക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺലി ഇതിന് സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള സീക്വൻസസ് ആണ് കാണുക. കാരണം ടിലോമിയർ റീജിയനിൽ അധികം ഗ്വാനിൻ റിച്ച് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടെംപ്ലേറ്റ് RNA സ്റ്റാൻഡിൽ എന്തായിരിക്കും അധികം ഉണ്ടാവുക, സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള സീക്വൻസുകളായിരിക്കും. ദാറ്റ്സ് അബൌട്ട് ദി RNA component. Next we can see the protein component. Protein component എന്ന് പറയുന്നത് it is called as TET. TET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ telomerase reverse transcriptase. ആക്ച്വലി ഈ കമ്പോണൻറ്റിലാണ് എന്ത് നടക്കുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ RNA സ്ട്രാൻഡിൻ്റെ സിന്തസൈസ്, DNA സ്ട്രാൻഡിൻ്റെ അല്ലേ 3' ഓവർഹാങ്ങിലുള്ള ആ DNA സ്ട്രാൻഡിൻ്റെ സിന്തസൈസ് നടക്കുന്നത് ഏത് കമ്പോണൻറ്റിലാണ്, ഈ ഒരു പ്രോട്ടീൻ കമ്പോണൻറ്റിലാണ്. ഇവനാണ് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ കമ്പോണൻറ്റിന് മെയിനായിട്ട് 4 ഡൊമൈൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഡൊമൈൻ ആണ് 10 ഡൊമൈൻ എന്ന് പറയുക. 10 ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ടിലോമറേസിൻ്റെ N ടെർമിനൽ ഡൊമൈനാണ്. ടിലോമറേസിൻ്റെ N ടെർമിനൽ ഡൊമൈനാണ് എന്ത്, 10 ഡൊമൈൻ എന്ന് പറയുക. ആൻഡ് ദി സെക്കൻഡ് ഡൊമൈൻ ഈസ് TRBD ഡൊമൈൻ. TRBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിലോമറേസ് RNA ബൈൻഡിങ് ഡൊമൈൻ. അതായത് ഇവിടെ പ്രോട്ടീൻ കമ്പോണൻ്റ് ആണ്, ഇവിടെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. സോ ഈ RNA കമ്പോണൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, ബൈൻഡ് ചെയ്യുന്ന ഡൊമൈനാണ് നമ്മൾ TRBD എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ RTD. RTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡൊമൈൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു അല്ലേ, RNA സ്റ്റാൻഡിനെ വെച്ചിട്ട് പുതിയൊരു DNA സ്റ്റാൻഡിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത് നടക്കുന്ന ഡൊമൈനാണ്, ദാറ്റ് ഈസ് RTD, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡൊമൈനാണ് തേർഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ കാർബോക്സൈഡ് ടെർമിനൽ ഡൊമൈനാണ്, അല്ലെങ്കിൽ കാർബോക്സൈഡ് ടെർമിനൽ എക്സ്റ്റൻഷൻ ഡൊമൈൻ എന്ന് പറയുന്ന CTE ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ടിലോമറേസിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. 2 കമ്പോണൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു പ്രോട്ടീൻ കമ്പോണൻറ്റും മറ്റത് ഒരു RNA കമ്പോണൻറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ടിലോമറേസ് എൻസൈം. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ദിസ് ടിലോമറേസ് ആക്ടിവിറ്റി അല്ലേ? എന്താണ് ഈ ടിലോമറേസ് ആക്ടിവിറ്റി, ടിലോമറേസ് എൻസൈം എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം, വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് ദ മെക്കാനിസം ഈസ് നോൺ ആസ് ദ റിപ്പീറ്റഡ് അഡീഷൻ പ്രോസസിവിറ്റി. ഇറ്റ്സ് നോൺ ആസ് ദ റിപ്പീറ്റഡ് അഡീഷൻ പ്രോസസിവിറ്റി. അതായത് റിപ്പീറ്റഡ്ലി എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ ആഡ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു ടിലോമറേസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ TRBD ഡൊമൈൻ,
അതായത് ടീലോമറേസിൻ്റെ RNA ബൈൻഡിങ് ഡൊമൈനും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡൊമൈനും കാർബോക്സൈൽ ടെർമിനൽ എക്സ്റ്റൻഷൻ ഡൊമൈനും, ഈ 3 ഡൊമൈൻസുകളും എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ദേ വിൽ ഫോം എ ഹാഫ് റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3' ഓവർഹാങ് ഉള്ള ഏരിയ എന്നുണ്ടെങ്കിൽ ആ 3' ഓവർഹാങ് ഉള്ള ഭാഗത്തേക്ക് ഈ പറഞ്ഞൊരു ഹാഫ് റിംഗ് ആയിട്ടുള്ള ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ടീലോമറേസിൻ്റെ ഒരു കമ്പോണൻറ്റ് വന്നിട്ട് അതിലേക്ക് ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് ഇവരിങ്ങനെ ന്യൂക്ലിയോടൈഡ്സിനെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സൈറ്റോസിൻ റിച്ച് ആയിരിക്കും ഇവിടെയുള്ള RNA കമ്പോണൻറ്റിന് ഉണ്ടായിരിക്കുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്കിവിടെ ഗ്വാനിൻ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഗ്വാനിൻ സീക്വൻസുകൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളത്. സോ ഈ കാണുന്നതാണ് DNA ടീലോമറേസിൻ്റെ കംപ്ലീറ്റ് മെക്കാനിസം ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട്. So you can see this is the parental template. ഈ കാണുന്ന ടെംപ്ലേറ്റ് ആണ് പാരന്റൽ DNA എന്ന് പറയുന്നത്, ടെംപ്ലേറ്റ് DNA എന്നൊക്കെ പറയുന്നത്. ഈ DNA ടെംപ്ലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഡോട്ടർ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോട്ടർ സ്ട്രാൻഡിലാണ് എന്ത് നമ്മൾ കാണുന്നത്, 3' ഓവർഹാങ് നമ്മൾ കാണുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 3' ഓവർഹാങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചില പ്രോട്ടീൻസുകൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഈ ഉണ്ടാവുന്ന ഈ ഒരു 3' ഓവർഹാങ് ഉണ്ടായി എന്നുള്ള ഒരു സിഗ്നലിങ് ആക്ച്വലി ആർക്ക് പ്രൊവൈഡ് ചെയ്യും, ചില സ്പെസിഫിക് പ്രോട്ടീൻസുകളുണ്ട്. നമ്മൾ ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് അവർ പറയാം. ഇത് കംപ്ലീറ്റ് ഇതിനിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു കോംപ്ലെക്സ് ആയതുകൊണ്ടാണ് ഷെൽട്ടറിങ് കോംപ്ലെക്സ്. ഒരു പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളൊരു സൂചന നൽകുന്ന വേർഡാണ് ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഷെൽട്ടറിങ് കോംപ്ലെക്സിൽ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ്ലി അവർ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് യു ക്യാൻ സീ, ഇപ്പോൾ ഇവിടെ ഒരു 3' ഓവർഹാങ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ 3' ഓവർഹാങ്ങിലേക്ക് ആര് വന്നിട്ട് ബൈൻഡ് ചെയ്യും, ദിസ് ഇസ് ദ ടീലോമറേസ് എൻസൈം. ഓക്കെ, ഇവിടെ കമ്പോണൻസുകളൊന്നും അങ്ങനെ വൈഡായിട്ട് കാണിച്ചിട്ടില്ല. ഒരു ടൈപ്പ് ഓഫ് ഒരു വലിയൊരു ഹോളോ സ്പേസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ടീലോമറേസ് എൻസൈമിനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹാഫ് റിംഗ് ഉണ്ടല്ലോ, ആ ഹാഫ് റിംഗ് ആയിരിക്കും ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യുക. ഫസ്റ്റ് DNA-യുമായിട്ട് ബൈൻഡിങ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഹാഫ് റിംഗ് ആണ്. സോ ഹാഫ് റിംഗ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങും. സോ യു ക്യാൻ സീ ഇവിടെ നമുക്കൊരു RNA കമ്പോണൻറ്റ് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു RNA കമ്പോണൻറ്റ് കാണാം. അപ്പോൾ ഈ ഒരു RNA കമ്പോണൻറ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സീക്വൻസിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ ഈ ഇതിൻ്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡൊമൈൻ ഉണ്ട്, ആ RTD ഡൊമൈന് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. സോ RNA ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവിടെ DNA-നെ എന്ത് ചെയ്യുന്നു, സിന്തസൈസ് ചെയ്യാം അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു റീജിയൻ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് റീജിയനിലേക്ക് ഈ പോളിമറേസ് എന്ത് ചെയ്യും, വീണ്ടും ബൈൻഡ് ചെയ്യും. അടുത്ത ഇവിടെ സിന്തസൈസ് ചെയ്താലും ഈ ഭാഗത്തേക്ക് ഒന്നും കൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് റിപ്പീറ്റഡ് അഡീഷൻ പ്രോസസിവിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ബൈൻഡ് ചെയ്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു, ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സീക്വൻസസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടീലോമറേസ് ഇതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ടേക്ക് ആര് വരും, ഇവിടെയാണ് നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് മെഷീനറി എന്ന് പറഞ്ഞ് അല്ലേ. DNA പോൾ ഡെൽറ്റ FEN1 അങ്ങനെയുള്ള ഒരുപാട് കമ്പോണൻസ് ലാഗിങ് സ്ട്രാൻഡ് മെഷീനറീസ് ഇങ്ങോട്ട് വരികയും അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഭാഗത്തെ കംപ്ലീറ്റ് ആയിട്ട് സിന്തസൈസ്, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലേക്ക് എന്ത് ചെയ്യും, DNA സീക്വൻസസ് ആഡ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് അതിനെ ഈ 3' സ്ട്രക്ചർ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വെക്കും. ഇറ്റ്സ് നോട്ട് എക്സ്പോസ്ഡ് ടു വാട്ട് റീപെയർ എൻസൈംസിലേക്ക് അത് എക്സ്പോസ് ആവാത്ത രീതിയിൽ അവർ നിൽക്കുന്നതാണ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടീലോമറേസ് എൻസൈമിനെ എവിടെയാണോ 3' ഓവർഹാങ് ഉള്ളത് ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് പറയുക. ഏകദേശം 6ഓളം പ്രോട്ടീൻസുകൾ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് ആണ് ഈ ഒരു ഷെൽട്ടറിങ് കോംപ്ലെക്സ് എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് TRF1 TRF2 എന്ത് ചെയ്യും, ഫസ്റ്റിൽ ഈ 3' ഓവർഹാങ് റീജിയനിലേക്ക് വന്നിട്ട്
ബൈൻഡ് ചെയ്യും. ദാറ്റ് ഇസ് ഫസ്റ്റ് ബൈൻഡിങ്. അതിനുശേഷം എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള കണ്ടോ TRF1 ആൻഡ് യു ക്യാൻ സി TRF2 കാണാം. ഇവർ ആദ്യം ബൈൻഡ് ചെയ്യും. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പോർട്ട് 1, TPP1, RAP1 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് ചില കോംപ്ലക്സിലെയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഒരു ടീലോമെറേസ് എൻസൈമിനെ ആ ഒരു DNA-യിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യാതെ അവിടെ തന്നെ പിടിച്ച് ഒരു സ്കഫോൾഡ് പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷെൽട്ടറിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഓൾ അബൌട്ട് ദ ടീലോമെറേസ് എൻസൈം ഓർ ടീലോമിയർ റെപ്ലിക്കേഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.